ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി 3 പുതിയ ടീമുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. ലിസി ജോസഫ്, സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച്, തിരുവമ്പാടി. ആലിസ് അബ്രഹാം, സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച്, തിരുവമ്പാടി. ഇവരുടെ സപ്പോർട്ടിംഗ് ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇലാമ ജോസ്, മോനി സേവ്യർ, ഐനീസ് കറിയ, ലൂസി കുര്യാക്കോസ്, അൽഫോൺസ വർഗീസ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. മേരിക്കുട്ടി മാത്യു, സെന്റ് ആന്റണീസ് എടവക, ചക്കിട്ടപാറ. ജോബി ദേവസ്യ, സെന്റ് ആന്റണീസ് ചർച്ച്, ചക്കിട്ടപാറ. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ആരൊക്കെയാ നമുക്ക് നോക്കാം. ഗ്രേസി വിൻസെന്റ്, ഷൈനി ജോർജ്, മേരി മാത്യു, മേരി ജോൺ, ഡെസേമ തോമസ്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. റീസ ആന്റണി, സെയിന്റ് ആന്റണീസ് ചർച്ച്, കുണ്ടായിത്തോട്. ആനി സെബാസ്റ്റ്യൻ, സെന്റ് ആന്റണീസ് ചർച്ച്, കുണ്ടായിത്തോട്. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം. ഷാലി ജിമ്മി, ക്രിസ്റ്റീന ജോസ്, ഗ്രേസി റെപ്പായ്, പൗളിൻ ജോസ്. എൽസമ്മ തോമസ്. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാ മത്സരാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വിസ് പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ ഏറ്റവും പ്രിയപ്പെട്ട അജി അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. താമരശ്ശേരി രൂപതയിലെ 3 ഇടവകകളിൽ നിന്നുള്ള മാതാക്കളാണ് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന എപ്പിസോഡുകളിലെ മത്സരാർത്ഥികളെ പോലെ വളരെയേറെ ഒരുങ്ങിയ ടീമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമായും പ്രതീക്ഷിക്കാം. ഏതൊക്കെ ഇടവകളിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം അറിയാം. നിങ്ങൾ ഏത് ടീം മിഖായേൽ, ഏത് ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച്, തിരുവമ്പാടി. തിരുവമ്പാടി ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. ഇക്കഴിഞ്ഞ എത്ര ദിവസങ്ങളായി നിങ്ങൾ ഈ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു? മാസങ്ങളോളമായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാസങ്ങളോളമുള്ള തയ്യാറെടുപ്പുകൾ, വീട്ടിലത്തെ ജോലികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലുമൊക്കെ ചെയ്ത് സഹായിച്ചോ? സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾക്ക് നന്ദി പറയാം. ഇതുപോലെ ഇതിനു മുമ്പ് എപ്പോഴൊക്കെയാ പഠിച്ചിട്ടുള്ളത്? എല്ലാ വർഷവും ലോഗോസ് ക്വിസ് പഠിച്ച് എഴുതാറുണ്ട്. യെസ്. ഇതിനു മുമ്പ് മാതൃസംഘ ക്വിസുകളിൽ പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തോ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തോ ഇതുപോലെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുപോലെ പഠിച്ചിട്ടില്ല. യെസ്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ടീം റാഫേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? ഞങ്ങൾ ചക്കിട്ടപാറ ഇടവയിൽ നിന്ന്. ചക്കിട്ടപാറ ഇടവകയിലെ മാതൃസംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമും ഒക്കെ ആയിട്ട് കൂടിയിരുന്ന് നിങ്ങൾ പഠിക്കുമായിരുന്നു? ഞങ്ങളുടെ വികാരിച്ചൻ ഉൾപ്പെടെ ഞങ്ങളെ സഹായിക്കാനായിട്ട് വികാരിച്ചൻ ഉൾപ്പെടെ ഇരുന്നാണ് പഠിക്കുന്നത്. എന്നിട്ട് എപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് സമയം എടുത്തിരുന്നത്?
ടീച്ചർ സ്കൂൾ വിട്ട് 4 മണി കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും പള്ളിയുടെ സൈഡിലായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് അച്ഛൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. സ്കൂളിലായിരിക്കുമ്പോൾ ടീച്ചർ ഒരു അധ്യാപികയുടെ റോളിലും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ റോളിലും ആയിട്ട് മാറുന്നു. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അടുത്ത ടീമിലേക്ക് പോകാം. ടീം ഗബ്രിയേൽ, സെയിന്റ് ആന്റണീസ് ചർച്ച് കുണ്ടായിത്തോട് ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമുമായിട്ട് ചേർന്നിരുന്ന് പഠിക്കാനൊക്കെ സാധിച്ചിരുന്നോ? ഞങ്ങൾ പരിമിതമായ സമയത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ സപ്പോർട്ടിംഗ് ടീമുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ പഠിച്ച മറ്റേതൊക്കെ അവസരങ്ങളാണ് ഉള്ളത്? ലോഗോസ് ക്വിസിൽ പങ്കെടുക്കാറുണ്ട്. തരക്കേടില്ലാത്ത മാർക്ക് വാങ്ങാറുമുണ്ട്. നിങ്ങൾ ഈ ക്വിസിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ വീട്ടിലത്തെ ജോലിക്കൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിച്ചോ? എന്റെ ഭർത്താവ് എന്നെ സഹായിച്ചിരുന്നു. കാരണം മക്കൾ വീട്ടിലില്ല. അപ്പൊ എന്നോട് പഠിച്ചോളാൻ പറയും. പ്രിയ ഭാര്യയെ ഇരുന്ന് പഠിച്ചുകൊള്ളൂ. മുഴുവൻ ജോലികളും ചെയ്തിട്ടില്ലെങ്കിലും ജോലികളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. ഹെൽപ്പ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും 1 മാസം 1.5 മാസമായിട്ട് അല്ലെങ്കിൽ കുറച്ചു നാള് വചനം പഠിച്ചു. അതോടൊപ്പം വീട്ടിലെ ജീവിത പങ്കാളി വീട്ടു ജോലികളും ഏകദേശം പഠിക്കുകയുണ്ടായി. അങ്ങനെ 2 പഠനങ്ങൾ ഒരേപോലെ നടന്നു. നമുക്ക് ക്വിസിലേക്ക് പ്രവേശിക്കാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസില് 5 റൗണ്ടുകളാണ് ഉള്ളത്. 5 റൗണ്ടുകളും വ്യത്യസ്തമായ റൗണ്ടുകളാണ്. വ്യത്യസ്തമായ നിബന്ധനകള്, നിയമങ്ങള്, അതുപോലെ തന്നെ മാർക്കിങ്ങും വ്യത്യസ്തമാണ്. ഒന്നാമത്തെ റൗണ്ട് വചനം തിരുവചനം റൗണ്ടാണ്. ഓരോ ടീമിനോടും ഓരോ ചോദ്യം. ശരി ഉത്തരം പറഞ്ഞാൽ 30 മാർക്ക് ലഭിക്കുന്നതാണ്. തെറ്റായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്ക് ലഭിക്കുന്നതാണ്. സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടുകയും ആ ടീമിന് 10 മാർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഒന്നാം റൗണ്ട് കഴിഞ്ഞുള്ള റൗണ്ടുകളെ പറ്റി പിന്നീട് ഞാൻ സൂചിപ്പിക്കാം. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ റെഡിയാണോ? റെഡിയാണ്. ആത്മവിശ്വാസം മുഖത്ത് സ്ഫുരിക്കുന്നുണ്ട്, മനസ്സിലും അതുപോലെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നു. മനുഷ്യപുത്രന്റെ ആഗമന ദിവസങ്ങളിൽ ആ ദിവസങ്ങളിലെ ആഗമന നിമിഷങ്ങളിലെ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ പ്രപഞ്ച ശക്തികൾക്ക് എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? സൂര്യൻ ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ഒന്നാമത്തെ ടീമിന് ഈ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ റൗണ്ട് ടീം മിഖായൽ 30 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ടീം റാഫേലിനോടാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 2 പേർക്കും കൂടി ആലോചിച്ച് ഉത്തരം പറയാവുന്നതാണ്. 30 സെക്കൻഡ് സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. ആലോചിച്ച് ഉത്തരം പറയാം. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. ചോദ്യം ഇതാണ്. അന്ത്യ അത്താഴ സമയത്ത് നിങ്ങൾ പഠിച്ച പഠനഭാഗം അനുസരിച്ച് പുതിയ ഉടമ്പടിയുടെ സമയത്ത് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ചെയ്തതെന്ത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പമെടുത്ത് വാഴ്ത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ടരളി ചെയ്തു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അയ്യോ, നിങ്ങള് ഉത്തരം തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ചുള്ള ഉത്തരമാണ് നൽകേണ്ടത്. വാങ്ങി ഭക്ഷിക്കുവിൻ എന്നൊരു വാക്ക് അവിടെ ഇല്ല. ഇത് സ്വീകരിക്കുവിൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ആദ്യത്തെ റൗണ്ടിൽ അമ്മമാരുള്ള പ്രത്യേക പരിഗണന വെച്ച് നിങ്ങൾക്ക് മാർക്ക് അവാർഡ് ചെയ്യുകയാണ്. ശരിയായ ഉത്തരം 30 മാർക്ക് നൽകുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ചോദ്യം ഇതാണ്. അവർ
ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവനോട് സ്വകാര്യമായി ചോദിച്ചത് എന്ത്? കൂടിയാലോചിച്ച് ഉത്തരം പറയാം. സമയം 30 സെക്കൻഡുകളുണ്ട്. ആ സമയത്തിനുള്ളിൽ ഉത്തരം പറയേണ്ടതുമാണ്. ഇത് എപ്പോൾ സംഭവിക്കുമെന്നും ഇത് തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. നിങ്ങൾ പറഞ്ഞതിലും ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ഇതെന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. എങ്കിലും തൊട്ട് മുമ്പത്തെ ടീമിനോട് കാണിച്ചതുപോലെയുള്ള ഒരു പരിഗണന ആദ്യ റൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്കും നൽകുന്നു. ടീം ഗബ്രിയേൽ 30 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. 3 ടീമുകളും സമ്മാനം മേടിക്കുവാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നവരാണ്, വിജയിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഒന്നാം സ്ഥാനം കൊണ്ട് മാത്രമേ തിരിച്ചു പോകൂ എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി വന്നിരിക്കുന്നവരാണ്. ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. ഒന്നാം റൗണ്ട് അവസാനിക്കുമ്പോൾ നിലവിലത്തെ പോയിന്റ് നിലവാരം എങ്ങനെയാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടീം അംഗങ്ങൾക്കും അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, ഒന്നാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ഓരോ ടീമുകളും 30 പോയിന്റുകൾ വീതമാണ് നേടിയിരിക്കുന്നത്. 3 ടീമുകളും ടീം മിഖായേൽ, ടീം റാഫേൽ, ടീം ഗബ്രിയേൽ 30 പോയിന്റുകളുമായി തുല്യത പാലിച്ചു നിൽക്കുകയാണ്. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങളോട് പറയാം. ഇത് വിഷ്വൽ റൗണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു വചനഭാഗം ചിത്രരൂപത്തിൽ അവിടെ സ്ക്രീനിൽ അവതരിപ്പിക്കും. അത് ഏതാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയുക. ഏത് അധ്യായത്തിൽ നിന്നാണ് എന്ന് പറയുക. നിങ്ങൾക്ക് 10 പോയിന്റുകൾ ലഭിക്കും. പിന്നെ 2 ചോദ്യങ്ങൾ കൂടെ, അങ്ങനെ 3 ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾ കൂടെ 30 മാർക്ക്. നിങ്ങളുടെ വിജയ സോപാനത്തിലേക്കുള്ള യാത്രയിൽ തീർച്ചയായും നിങ്ങൾക്ക് മൂലധനമാകുന്ന 30 വിലയേറിയ പോയിന്റുകൾ. പക്ഷെ ശ്രദ്ധിക്കുക, അപകടം പിടിച്ച ഒരു റൗണ്ട് കൂടിയാണ് ഈ റൗണ്ട്. നിങ്ങൾക്ക് 30 പോയിന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ശരി ഉത്തരം പറഞ്ഞാൽ മാത്രം. തെറ്റായ ഉത്തരത്തിന് 15 മാർക്ക് നഷ്ടപ്പെടും. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം മൈനസും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉത്തരം പറയുക. എന്നാൽ നിങ്ങൾക്ക് മൈനസ് പോയിന്റ് കിട്ടിയാൽ നിങ്ങളെ ആ ദുർഘടാവസ്ഥയിൽ നിന്ന് സഹായിക്കുവാൻ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് സാധിക്കും. അവർ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ മൈനസ് മാർക്ക് ഡിലീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങളും ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങളുടെ ടീം തെറ്റായ ഉത്തരം പറഞ്ഞാൽ ശരി ഉത്തരം പറഞ്ഞ് അവർക്ക് കിട്ടിയിരിക്കുന്ന മൈനസ് പോയിന്റിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഇടവകയിലെ നിങ്ങളുടെ സഹമാതാക്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യം ടീം റാഫേലിനോടാണ്. എങ്ങനെയാ ചോദ്യം ചോദിക്കാലോ അല്ലേ? ആശങ്ക, ടെൻഷൻ, പേടി, ഭയം എന്തെങ്കിലും? കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ ഇത് ഇല്ലെങ്കിൽ പിന്നെ എന്ത് മത്സരം? യെസ്. എന്നാൽ നിങ്ങളോടാണ് ചോദിക്കുന്നത്. വിഷ്വല് ശ്രദ്ധിക്കണം. വിഷ്വൽ പ്ലീസ്. വിഷ്വല് മനസ്സിലാക്കുക. വിഷ്വല് മനസ്സിലായോ? എങ്കിൽ സമയം, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ആ ചിത്രം അടയാളപ്പെടുത്തുന്ന സുവിശേഷ ഭാഗം ഏത്? സംഭവം ഏത്? മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ശിമയോന്റെ വീട്ടിൽ അത്താഴത്തിനിരിക്കുന്ന സമയത്ത് ആ ഹെഡിങ് മാത്രം പറഞ്ഞാൽ മതി. കുഷ്ഠരോഗിയെ ആയ ശിമയോന്റെ വീട്ടിൽ അത്താഴത്തിരിക്കുന്ന സമയത്ത് മഗ്ദലന മറിയം സുഗന്ധതൈലം പൂശി ശുദ്ധമായ നാർദീൻ തൈലം. ഉത്തരം തെറ്റാണ്.
അല്ലെങ്കിൽ ശരിയായി പറയാൻ സാധിച്ചിട്ടില്ല. സമയം തീരുകയും ചെയ്തിരിക്കുന്നു. ഇനി സഹപ്രവർത്തകർക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം നൽകി അവർക്ക് ലഭിച്ചിരിക്കുന്ന മൈനസ് പോയിന്റിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സാധിക്കും. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറയൂ. സുവിശേഷം 14 3 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. 14-ാം അധ്യായം. അധ്യായം ഏതാണ്? 14-ാം അധ്യായം. 14-ാം അധ്യായം. അവൻ യേശു കുഷ്ഠരോഗിയായ ശിമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു കുപ്പി വെൺകൽ ഭരണി നിറയെ ഒരു കുപ്പി ശുദ്ധമായ നാദീൻ സുഗന്ധതൈലവുമായി ഒരു സ്ത്രീ അവിടേക്ക് വന്നു. അവൻ എന്ത് ചെയ്തു? ഭരണി തുറന്ന് തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചു. ഇത് വളരെ ബൈബിൾ മുഴുവൻ കാണാപ്പാടം പഠിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന്. കൃത്യമായ ഉത്തരമാണ്. ടീം റാഫേലിന് വലിയൊരു സഹായമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വലിയ ഒരു ജീവവായു കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മൈനസ് പോയിന്റ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ശരിയായ ഉത്തരം പറയാൻ തയ്യാറായിട്ടിരിക്കുക. യേശുവിൻ്റെ ശിരസിൽ തൈലം പൂശിയ അല്ലെങ്കിൽ തൈലം ഒഴിച്ച വിലയേറിയ തൈലം, ഒരു വെൺകൽ ഭരണി നിറയെ തൈലം അവന്റെ ശിരസിൽ ഒഴിച്ച ആ സ്ത്രീയുടെ പേര് എന്ത്? മഗ്ദലേന മറിയം. ശരിയായ ഉത്തരം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഉത്തരം തെറ്റാണ്. തെറ്റായ ഉത്തരമാണ്. ശരിയായ ഉത്തരം തന്ന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് വരുന്നു. പറയാം. പാപിനിയായ മറിയം എന്നുള്ള ഉത്തരമാണ് സപ്പോർട്ടിംഗ് ടീമിൽ നിന്ന് വന്നിരിക്കുന്നത്. മറ്റ് ടീമുകൾക്ക് ആർക്കെങ്കിലും അറിയാം? ഒരു സ്ത്രീ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങളുടെ ടീം സപ്പോർട്ടിംഗ് ടീമിലെ ഒരംഗം ഇപ്പോൾ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീ എന്ന് മാത്രമേ മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മഗ്ദലേന മറിയമെന്നോ പാപിനിയായ സ്ത്രീയെന്നോ എന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു സ്ത്രീ. പക്ഷേ മൈനസ് മാർക്ക് ഇനി ഒഴിവാക്കപ്പെടുകയില്ല. ആദ്യത്തെ ഉത്തരമാണ്. ക്വിസ് മാസ്റ്റർ പരിഗണിക്കുക. രണ്ടാമത്തെ ഉത്തരം ശരിയായി പറഞ്ഞ ടീം അംഗത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ടീം റാഫേലിനോടുള്ള മൂന്നാമത്തെ ചോദ്യമാണ്. ഈ തൈലം, വിലയേറിയ ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്ത്? ഇത് വിറ്റ് ദരിദ്രർക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നില്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അവർ ആ സ്ത്രീനെ കുറ്റപ്പെടുത്തുകയാണ്. ചോദ്യം, ആരാണ് ഇവിടെ ആ സ്ത്രീയെ, ഒരു സ്ത്രീ, പേര് പറയുന്നില്ല, ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്? കൂടി ആലോചിച്ച് ഉത്തരം പറയാം. നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അവിടെ കൂടിയിരുന്ന ചിലർ. അവിടെ കൂടിയിരുന്ന ചിലർ ശിഷ്യന്മാരല്ല. അവിടെ കൂടിയിരുന്ന ചിലർ എന്നാണ് ടീം റാഫേൽ ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് മൈനസ് പോയിന്റ് കിട്ടുകയുണ്ടായി. ഒരു മൈനസ് പോയിന്റാണ് നിങ്ങൾക്ക് കിട്ടിയത്. -5 കിട്ടി. ആദ്യത്തേലെ മൈനസ് സപ്പോർട്ടിംഗ് ടീം ഒഴിവാക്കി തന്നു. രണ്ടാമതൊരു മൈനസ് പോയിന്റ് കിട്ടി. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. കൃത്യമായ സ്കോറർ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്ത ടീമിലേക്ക് പോകേണ്ടതുണ്ട്. ടീം ഗബ്രിയേൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ദൃശ്യമായിട്ടുള്ളൊരു ആവിഷ്കാരം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് അടയാളപ്പെടുത്തുന്ന വചനഭാഗം അല്ലെങ്കിൽ ഭാഗം നിങ്ങൾ പറയുക. നോക്കുക. ഒരു ക്ലൂ മാത്രം നിങ്ങൾക്ക് നൽകാം. ഒരു രാജകൊട്ടാരം പോലെയല്ലേ ആ ചിത്രത്തിലെ
കെട്ടിടത്തിൻ്റെ കെട്ടും ഭാവവും എന്നുള്ള ഒരു ചെറിയ ക്ലൂ മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ വിഷ്വൽ എന്താണ്? ഏത് ഭാഗത്തെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? പറയും. ഹെറോദസ് രാജാവിനെ വധിക്കുന്ന ഭാഗം. ഹെറോദസ് രാജാവിനെ ആരാണ് വധിക്കുന്നത്? ഒരു ദൂതൻ. ഒരു ദൂതൻ. നിങ്ങൾക്ക് ശരിയായ ഉത്തരത്തിന്റെ മാർക്ക് ലഭിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം. ഏത് അധ്യായത്തിലാണ് അതുള്ളത് എന്ന് കൂടി പറയും. സമയം കഴിഞ്ഞിരിക്കുന്നു. 14-ാം അധ്യായം. ഉത്തരം തെറ്റാണ്. പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, മൈനസാണ് കിട്ടുന്നത്. സപ്പോർട്ടിംഗ് ടീമിലേക്ക് വരുന്നു. ശരി ഉത്തരം പറഞ്ഞാൽ, ശരി ഉത്തരം മുഴുവനായ ഉത്തരം പറയുക. ഏത് അധ്യായം എന്ന് കൂടി പറയണം. സമയം സമയം. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ ഉത്തരം പറയൂ. ശരി. മറ്റേതെങ്കിലും സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ ഉത്തരം പറയാവുന്നതാണ്. അവർക്ക് ആരും പറയാത്തതുകൊണ്ട് അത് പാസ്സായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. യെസ്, ഇവിടെ ഏത് പുസ്തകം, ഏത് അധ്യായം? അപ്പസ്തോല പ്രവർത്തനങ്ങള് 12-ാം അധ്യായത്തില് ഹെറോദസ് രാജാവിനെ പെട്ടെന്നൊരു ദൂതൻ അടിച്ചു വീഴ്ത്തിയെന്നുള്ള ഹെറോദോസിന്റെ ദുരന്തം. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിലെ ഒരു അംഗം ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഉത്തരം ശരിയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം. ശരിയായ ഉത്തരത്തിന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹെറോദസ് രാജാവിൻ്റെ പള്ളിയരക്കാരനെ സ്വാധീനിച്ചാണ് ചിലർ ഹെറോദസ് രാജാവിനെ കാണാനായിട്ട് വന്നത്. ആ വ്യക്തിയുടെ പേര് എന്ത്? ബ്ലാസ്മോസ്. ബ്ലാസ്മോസ്. ശരിക്കും പറയൂ. ബ്ലാസ്മോസ്. മോസ്തെന്നാണ്. ബ്ലാസ്മോസ്. ശരിയായ ഉത്തരം ബ്ലാസ്തോസ് എന്നാണ്. ഇല്ല, അമ്മമാർക്കുള്ള ഒരു പ്രത്യേക കാരുണ്യം, കിസ് മാസ്റ്ററുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മാർക്ക് തരികയാണ്. ബ്ലാസ്തോസ് എന്നാണ് പറയേണ്ടത്. പക്ഷേ ആ പേരിൽ ഒരു കാഠിന്യം ഉള്ളതുകൊണ്ടും ആദ്യ റൗണ്ടിലേക്കൊക്കെ കടക്കുന്നതുകൊണ്ടും ഞാനത് അംഗീകരിച്ച് തരികയാണ്. ബ്ലാസ്തോസ് ആണ് ശരിയായ ഉത്തരം. 10 മാർക്ക് ടീമിന് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. ഹെറോദോസിന്റെ അന്ത്യത്തെപ്പറ്റി തിരുവചനം പറയുന്നത് എന്ത്? മരിക്കുവാനിടയായി. ഇനി അതുപോലെയുള്ള പരിഗണന നൽകുന്നതല്ല. ശരിയായ ഉത്തരം ശരിയായ രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട്. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രീതിയിൽ ഉത്തരം നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിന് മൈനസ് പോയിന്റിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താവുന്നതാണ്. ശരിയായ ഉത്തരം പറയൂ. സദസ്സിലിരുന്ന ആളുകൾ അവനൊരു ദേവനെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൈവത്തിൽ നിന്നൊരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തുകയും അവൻ പുഴുവരിച്ച് മരിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവൻ ദൈവത്തിന് എതിരായിട്ട് മഹത്വം നൽകിയില്ല. ഉത്തരം ശരിയായി വന്നിട്ടുണ്ട്. തീർത്തും പൂർണ്ണമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിൽ കൂടിയും മൈനസ് പോയിന്റിൽ നിന്ന് ടീം ഗബ്രിയേൽ രക്ഷപ്പെട്ടിരിക്കുന്നു. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്.
ടീം മിഖായലിനോടാണ് ചോദ്യം. വിഷ്വൽ ശ്രദ്ധിക്കുക. യെസ്, നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എന്താണ് ആ ചിത്രം, ആ വിഷ്വൽ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത്. ഉത്തരം തെറ്റാണ്. ഈശോയുടെ രൂപാന്തരീകരണം തെറ്റാണ്. ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം. അധ്യായം 16. മർക്കോസ് 16. മർക്കോസ് 16, യേശുവിന്റെ രണ്ടാം വരവ്. ഉത്തരം തെറ്റിയിരിക്കുന്നു. ഉത്തരം തെറ്റിയിരിക്കുന്നു. അടുത്ത ടീമിന്, അവിടെ കൈപൊക്കിയ ടീമിന് 13:26. അവൻ മഹത്വത്തോടും മതി. യേശുവിന്റെ രണ്ടാം വരവാണ് സൂചിപ്പിക്കുന്നത്. അധ്യായം 13 ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം അംഗമാണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അഭിനന്ദനം മാത്രമേ ഉള്ളൂ. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക്, ഈ റൗണ്ടിലെ തന്നെ അടുത്ത ചോദ്യം. യേശു പറയുന്നു രണ്ടാമത്തെ ആഗമനത്തെ സംബന്ധിച്ചും അപ്പോൾ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പഠിപ്പിക്കുന്നു, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് അത്തിമരത്തിൽ നിന്ന് പഠിക്കേണ്ടത്? യേശുവിൻ്റെ വചനങ്ങളിലൂടെ ഉത്തരം പറയുക. അതിൻ്റെ കൊമ്പുകൾ ഇളതാകുമ്പോൾ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവിൻ. അതുപോലെ ഈ സംഭവമെല്ലാം കാണുമ്പോൾ അവൻ പടിവാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് അത്തിമരം തളിർക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ അവൻ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ശരിയായ ഉത്തരമാണ്. ടീം മിഖായേൽ 10 മാർക്ക് നേടുന്നു. അഭിനന്ദനം. മൂന്നാമത്തെ ചോദ്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ. ബാക്കി നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഇവയെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. അടുത്ത വചനം കൂടി. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഉത്തരം ശരിയാണ്. അഭിനന്ദനങ്ങൾ. ടീം മിഖായേൽ 10 പോയിന്റ് കൂടി നേടുന്നു. 20 പോയിന്റുകളാണ് ഈ റൗണ്ടിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നത്. 5 മൈനസ് പോയിന്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ടീം ഗബ്രിയേൽ ഈ റൗണ്ടിൽ നൽകിയ 2 ഉത്തരങ്ങൾ തെറ്റിപ്പോയി. അങ്ങനെ 10 മൈനസ് മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന്റെ സമയോചിതമായ ഇടപെടൽ 1 മൈനസ് മാർക്ക്, അതായത് ഒരു പ്രാവശ്യത്തെ 5 മൈനസ് മാർക്ക് നിങ്ങളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ശരിയായി നൽകി. അങ്ങനെ നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ റൗണ്ടിൽ നിന്നുള്ള സമ്പാദ്യം 5 മാർക്കാണ്. ഇപ്പോഴത്തെ സ്കോർ നിലവാരം നമുക്കറിയാം. ഓരോ ടീമും നേടിയിരിക്കുന്ന പോയിന്റുകൾ എത്രയാണെന്ന് അറിയുവാനായിട്ട് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, 2 റൗണ്ടുകളും പൂർത്തിയാകുമ്പോൾ മത്സരം വീണ്ടും വാശിയുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ടീമുകളും നേടിയിരിക്കുന്ന പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 45 പോയിന്റ്സ്, ടീം റാഫേൽ 35 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 35 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലെ 3-ാം റൗണ്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 3-ാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേഗത്തിൽ ഉത്തരം പറയേണ്ട റൗണ്ടാണ്.
നിങ്ങൾക്ക് 1 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. 1 മിനിറ്റിനുള്ളിൽ 5 ചോദ്യങ്ങളാണ് ചോദിക്കുക. 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ വേഗത്തിൽ ഉത്തരം പറയുക. ശരി ഉത്തരം അറിയാമെങ്കിൽ പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ പാസ് പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയുള്ളൂ. ശരി ഉത്തരമോ തെറ്റായ ഉത്തരമോ പറഞ്ഞാൽ ഞാൻ ഒന്നല്ലേ ശരി ഉത്തരമെന്ന് പറയും, അല്ലെ തെറ്റായ ഉത്തരമെന്ന് പറയും. തൊട്ടടുത്ത ചോദ്യം ചോദിക്കും. ആലോചിച്ച് നിന്നാൽ പാസ് എന്ന് പറയുന്നതുവരെ ഞാൻ കാത്തിരിക്കും. എത്ര നേരം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കും. നഷ്ടം നിങ്ങൾക്കായിരിക്കും, സമയവും അതിനേക്കാൾ ഉപരി ആ ചോദ്യത്തിലൂടെ ശരിയായ ഉത്തരം പറയുന്നതിലൂടെ കിട്ടുന്ന വിലയേറിയ മാർക്കും. ടീം ഗബ്രിയേൽ റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. കൂദാശകളുടെ എണ്ണം 7 എന്ന് നിജപ്പെടുത്തിയ കൗൺസിൽ ഏത്? ഫ്ലോറൻസ് കൗൺസിൽ. ശരിയായ ഉത്തരമാണ്. വിശുദ്ധമായ അടയാളങ്ങൾ എന്ന് കൂദാശകളെ വിശേഷിപ്പിച്ചത് ആര്? പാസ്. സ്ഥൈര്യലേപന അഭിഷേകത്തിനുള്ള തൈലത്തിന് പൗരസ്ത്യ സഭയിൽ പറയുന്ന പേര്? മൂറോൻ. ശരിയായ ഉത്തരമാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിച്ചത് എങ്ങനെ? പാസ്. കുർബാനയെ പറ്റി കുർബാനയെ വിശുദ്ധ പൗലോസ് വിളിക്കുന്നത് എന്ത്? കർത്താവിന്റെ കർത്താവിന്റെ അത്താഴം. സമയം ഇനിയും ബാക്കിയുണ്ട് നിങ്ങൾക്ക്. പക്ഷേ 5 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. 5 ചോദ്യങ്ങളിൽ 3 എണ്ണം നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് 18 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. 18 പോയിന്റുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയലിന് അഭിനന്ദനം. ശരിയായ ഉത്തരങ്ങൾ പറയാം. നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരം ശരിയാണ്. കൂദാശകളുടെ എണ്ണം 7 എന്ന് നിജപ്പെടുത്തിയത് ഫ്ലോറൻസ് കൗൺസിലാണ്. വിശുദ്ധമായ അടയാളങ്ങൾ എന്ന് കൂദാശകളെ വിശേഷിപ്പിച്ചത് സെയിന്റ് അഗസ്റ്റിനാണ്. സ്ഥൈര്യലേപന അഭിഷേകത്തിനുള്ള തൈലത്തെ പൗരസ്ത്യ സഭയിൽ വിളിക്കുന്നത് മൂറോൻ എന്നും പാശ്ചാത്യ സഭയിൽ ക്രിസം എന്നുമാണ് വിളിക്കുന്നത്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിച്ചത് അമൃത്യതയുടെ ഔഷധം എന്നാണ്. 5ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുർബാനയെ പറ്റി അല്ലെങ്കിൽ കുർബാനയെ വിശുദ്ധ പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളതിന് കർത്താവിന്റെ അത്താഴം എന്നുള്ള ഉത്തരം നിങ്ങൾ നൽകിയിട്ടുണ്ട്. 3 ശരി ഉത്തരം. ആകെ 18 മാർക്കുകൾ. 3ാമത്തെ റൗണ്ടിലെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് 5 എണ്ണം ശരിയായ ഉത്തരം പറഞ്ഞാൽ 30 മാർക്ക് കിട്ടും. 5ഉം ശരിയാണെങ്കിൽ ക്യൂസ് മാസ്റ്ററുടെ വക 10 ബോണസ് പോയിന്റ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ 40 മാർക്കുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ടീം ഗബ്രിയലിന് ബോണസ് പോയിന്റ് കിട്ടുന്നതല്ല. കാരണം 2 ഉത്തരങ്ങൾ നിങ്ങൾ തെറ്റിച്ചതുകൊണ്ട് കിട്ടുന്നതല്ല. 18 മാർക്ക് തീർച്ചയായിട്ടും വലിയൊരു സമ്പാദ്യം തന്നെയാണ്. റാപ്പിഡ് റൗണ്ടിലെ 2ാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. 1ാമത്തെ ചോദ്യം, ആരാധന ക്രമ വത്സരത്തെ എത്ര കാലങ്ങളായി തിരിച്ചിരിക്കുന്നു? 9. ശരിയായ ഉത്തരം. പൗരസ്ത്യർ സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്നത് എന്ന്? ദിനഹകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച. ശരിയായ ഉത്തരം. പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? 50. ശരിയായ ഉത്തരം. ശ്ലീഹാകാലത്തെ ആദ്യ വെള്ളിയാഴ്ച അറിയപ്പെടുന്നത് ഏതു പേരിൽ? സ്വർണ്ണ വെള്ളിയാഴ്ച. ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം, പൗരസ്ത്യ ക്രമമനുസരിച്ച് സകല വിശുദ്ധരുടെയും തിരുനാൾ എന്ന് ആചരിക്കുന്നു? ഉയർപ്പുകാലത്തിലെ ആദ്യ വെള്ളിയാഴ്ച. 5 ഉത്തരവും ശരിയായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. 30 മാർക്ക് നേടുന്നു. 30 മാർക്ക് നേടുന്നു. 30 മാർക്കിന്റെ കൂടെ ക്യൂസ് മാസ്റ്ററുടെ പ്രത്യേക സമ്മാനം 10 ബോണസ് പോയിന്റ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ 40 മാർക്ക് നേടി ടീം മിഖായൽ ഒരു തോഴപ്പാട് മുന്നിൽ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകം അഭിനന്ദനം. അടുത്ത ചോദ്യം ടീം
റാഫേലിനോടാണ്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. മാതാവിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന കാലം? മംഗളവാർത്താക്കാലം. ശരിയായ ഉത്തരം. പാശ്ചാത്യർ ദനഹ തിരുനാളിന് പറയുന്ന പേര്? രാക്കുളി തിരുനാള് എന്നത് ശരിയായ ഉത്തരമല്ല. തിരുപ്പാധേയം എന്ന വാക്കിന്റെ അർത്ഥം? വിശുദ്ധമായ വഴിഭക്ഷണം. ശരിയായ ഉത്തരം വിശുദ്ധമായ വഴിഭക്ഷണം. കൂദാശ എന്ന വാക്കിന് സുറിയാനിയിലെ മൂലരൂപം, കദശ്. ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം, കൂദാശയിലൂടെ ലഭിക്കുന്നത് എന്ത്? ദൈവിക ജീവൻ. ദൈവിക ജീവൻ. 5 ചോദ്യത്തില് 4 നിങ്ങൾ ശരിയാക്കിയിരിക്കുന്നു. 24 മാർക്കുകൾ നിങ്ങൾ നേടുന്നു. അഭിനന്ദനങ്ങൾ. പക്ഷേ നിങ്ങൾ തെറ്റിച്ച ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന ഉത്തരമായിരിക്കും. ദനഹ തിരുനാളിന് പാശ്ചാത്യർ അല്ലെങ്കിൽ പാശ്ചാത്യ ആരാധനാക്രമത്തിൽ പറയുന്ന പേര് അല്ലെങ്കിൽ അവർ ആഘോഷിക്കുന്നത് പൂജ രാജാക്കന്മാരുടെ തിരുനാളായിട്ടാണ്. രാക്കുളി പെരുന്നാൾ എന്ന് പറയുന്നതും അത് പൗരസ്ത്യ ക്രമത്തിൽ തന്നെ പ്രത്യേകിച്ച് തെക്കോട്ടുള്ള സ്ഥലത്ത് പറയുന്ന പേരാണ് രാക്കുളി തിരുനാൾ എന്ന്. യെസ്, നിങ്ങൾക്ക് 24 മാർക്കുകൾ ലഭിക്കുന്നു. അടുത്ത റൗണ്ട് സപ്പോർട്ടേഴ്സിനുള്ള റൗണ്ടാണ്. സപ്പോർട്ടേഴ്സിനുള്ള റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ ടീമും 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ എത്ര പോയിന്റുകളാണ് നേടിയിരിക്കുന്നത് എന്നറിയേണ്ടതുണ്ട്. ജോസ്മി പ്ലീസ്. 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 85 പോയിന്റ്സ്, ടീം റാഫേൽ 59 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 53 പോയിന്റ്സ്. വലിയ വ്യത്യാസമില്ലാതെയാണ് 3 ടീമുകളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സപ്പോർട്ടിംഗ് ടീമിന്റെ സംഭാവന അതീവ പ്രാധാന്യമുള്ള ഒരു സമയമാണ് 3 ടീമിനും. ആദ്യത്തെ ചോദ്യം, സപ്പോർട്ടിംഗ് ടീമിനോടുള്ള ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ് ചോദിക്കുന്നത്. 2 ചോദ്യങ്ങളാണ് ഒരു ടീമിനോട് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിൻ്റെയും ശരി ഉത്തരത്തിന് 15 മാർക്ക് വീതം ലഭിക്കും. അങ്ങനെ 30 മാർക്കുകൾ, വിലയേറിയ 30 മാർക്കുകൾ നിങ്ങളുടെ ടീമിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ടീം മിഖായലിനോടാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ ടീം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? അവര് നന്നായിട്ട് മുന്നേറുന്നുണ്ട്, പറഞ്ഞു മുന്നേറുന്നുണ്ട്. നിങ്ങൾ ഈ സപ്പോർട്ടിംഗ് ടീമിന് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് സപ്പോർട്ടിംഗ് ടീം ഒരുമിച്ചിരുന്ന് പഠിക്കുകയൊക്കെ പഠിച്ചിരുന്നു. എത്ര സമയമൊക്കെ ഒരു ദിവസം ഇതിനു വേണ്ടി പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു? അങ്ങനെയില്ല, ഞങ്ങളെ കിട്ടുന്ന സമയങ്ങളൊക്കെയും വീട്ടു ജോലിക്ക് ജീവിത പങ്കാളിയും മക്കളും ഒക്കെ നിങ്ങൾ സഹായിച്ചിരുന്നു. ചോദ്യം, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ഈ വചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ക്വസ്റ്റ്യൻ ടു ടീം മിഖായൽസ് സപ്പോർട്ടിംഗ് ടീം. രണ്ട് കോറിന്തോസ്. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2ാം ലേഖനമെന്നാണ് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം പറയുന്നത്. ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നു? മാറ്റമില്ല. ടീം അങ്ങനെ പറഞ്ഞാൽ പിന്നെ ക്വിസ് മാസ്റ്റർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. 2ാമത്തെ ചോദ്യം, ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനം കേരളം ഉൾപ്പെടെയുള്ള ലോകത്തെല്ലാം ക്രൈസ്തവർ കർത്താവിൻ്റെ ഉയർപ്പിൽ സന്തോഷിക്കുകയും വീട്ടുകാരൊത്തും നാട്ടുകാരൊത്തും ആഹ്ലാദം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അയൽ രാജ്യമായ കൊളംബോയിൽ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ കൊളംബോയിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ദുഃഖത്തിലായിരുന്നു.
അവിടുത്തെ 3 പ്രധാനപ്പെട്ട പള്ളികളിൽ ബോംബ് സ്ഫോടനമുണ്ടായി. 300-ലധികം ക്രൈസ്തവർ വധിക്കപ്പെട്ടു, രക്തസാക്ഷികളായി മാറി. ആ സമയത്ത്, ആ ദിവസങ്ങളിൽ ശ്രീലങ്ക രാജ്യത്തെ വളരെ കാര്യക്ഷമമായി നയിച്ച ഒരു സാമുദായിക ലഹളയിലേക്കൊന്നും പോകാതെ ക്രൈസ്തവരെ മുഴുവനും സംയമനത്തോടെ സൂക്ഷിച്ച, ആ രാജ്യത്തിന് മുഴുവൻ വലിയ സംഭാവന ചെയ്ത കൊളംബോയിലെ ആർച്ച് ബിഷപ്പ് ലോകത്തിന് മുഴുവൻ പ്രശംസയ്ക്ക് പാത്രമായി തീർന്നു. ആ ആർച്ച് ബിഷപ്പിന്റെ പേര് എന്ത്? ഓരോരുത്തരുടെയും ഹൃദയത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പേരാണ് അദ്ദേഹത്തിന്റെ പേര്. ലോക നേതാക്കളെല്ലാം അദ്ദേഹത്തെ പ്രശംസിക്കുകയുണ്ടായി. പുതു ഞായറാഴ്ച അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ആ രാജ്യത്ത് കുർബാന അർപ്പിച്ചിരുന്നത്. ഒരു കുർബാന അർപ്പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. മറ്റേതെങ്കിലും ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. മാൽക്കം രഞ്ജിത്ത്, കർദിനാൾ മാൽക്കം രഞ്ജിത്ത്, ലോക നേതാക്കളുടെ മുഴുവൻ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു വലിയ ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത്. ശരി ഉത്തരം പറഞ്ഞുവെങ്കിലും പോയിന്റ് ഇല്ല. അടുത്ത ടീമിലേക്കാണ് ചോദ്യം പോകുന്നത്. സപ്പോർട്ടേഴ്സ് ടീമിന്റെ റാഫേൽ ടീമിനോട് ചോദ്യം ചോദിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ 3-4 ആഴ്ചകൾ? ഇത് മാർക്ക് കിട്ടുന്ന ചോദ്യമല്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഇക്കഴിഞ്ഞ 3-4 ആഴ്ചകൾ ഈ വചന പഠനത്തിന് വേണ്ടി ചെലവഴിച്ചത് എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. വചനം പഠിക്കാൻ കുറേ സമയം ചെലവഴിച്ച് ഞങ്ങള് കുറെ അധികം സമയം നിങ്ങൾ വചനം പഠിക്കാനായിട്ട് ചെലവഴിച്ചു. നഷ്ടമായി പോയി എന്ന് ഇല്ല, ഒരിക്കലും തോന്നുന്നില്ല. ഇല്ല, നേട്ടമായി കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി, തീഷ്ണതയോടെ പഠിക്കാൻ പറ്റി. ഇത്രയും കാലം പഠിക്കാത്ത പോലെ പഠിച്ചു. അതെ. ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് സഹായിക്കേണ്ടതുണ്ട്. ചോദ്യം ഇതാണ്: അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരുമായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. ഈ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ഉത്തരം പറയൂ. 2 കൊരിന്തോസ്. ആരെഴുതിയതാണ്? പൗലോസ് ശ്ലീഹ എഴുതിയതാണ്. ഉത്തരം മാറ്റണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും. നിർഭാഗ്യം പല രൂപത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരിക. പക്ഷേ ഈ സമയത്ത് നിർഭാഗ്യം നിങ്ങളുടെ കൂടെ അല്ല ഉള്ളത്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശരിയായ ഉത്തരമാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. കത്തോലിക്ക സഭയിലെ വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രശസ്തമായ കത്തീഡ്രൽ ഉണ്ട് പാരീസിൽ. എന്നാൽ ദൗർഭാഗ്യവശാൽ ഒരു തീപിടുത്തത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ കത്തീഡ്രൽ തകർന്ന് താഴെ വീണു. പാരീസിലെ പ്രശസ്തമായ ആ കത്തീഡ്രലിന്റെ പേരെന്ത്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സാഹിത്യകാരന്മാരുടെ തൂലികയ്ക്ക് വിഷയമായിട്ടുള്ള വിശ്വപ്രസിദ്ധരായ സാഹിത്യകാരന്മാർ ആ കത്തീഡ്രലിന്റെ പേരിൽ പോലും നോവലുകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. സമയം മുന്നിലൂടെ കടന്നു പോകുന്നു. കഴിഞ്ഞിരിക്കുന്നു. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നതല്ല. ശരിയായ ഉത്തരം മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാവുന്നതാണ്. നോട്ടർദാം കത്തീഡ്രൽ. ദാ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞു. നോട്ടർദാം കത്തീഡ്രൽ. ടീം ഗബ്രിയേൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്, പക്ഷേ മാർക്ക് കിട്ടുന്നതല്ല.
എല്ലാവരും ഒരു നല്ല കൈയടി കൊടുത്ത് ടീം ഗബ്രിയലിനെ അഭിനന്ദിക്കും. വിലയേറിയ 15 മാർക്കുകൾ, 15 പോയിന്റുകൾ ടീം റാഫേലിന് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ പഠന കാലഘട്ടം? വളരെ പരിമിതമായ സമയം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പഠിച്ചത്. അധിക ഭാഗമൊന്നും വായിച്ചെത്താനായി ഞങ്ങൾക്ക് പഠിക്കാനായി കഴിഞ്ഞില്ല. അധികം പഠിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും പഠിക്കുക തന്നെ ചെയ്യും. ചോദ്യത്തിലേക്ക് വരുന്നു. അവർ വെള്ളമില്ലാത്ത അരുവികളും കൊടുങ്കാറ്റിനാൽ തുരത്തപ്പെടുന്ന മൂടൽമഞ്ഞുമാണ്. അവർക്കായി അന്ധകാരത്തിൻ്റെ അധോലോകം കരുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിട്ടുള്ളത്? സമയം ആരംഭിക്കും. വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള ഉത്തരമാണ് ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീം തന്നിട്ടുള്ളത്. ഉത്തരം ശരിയെന്ന് പറയാൻ പറ്റുകയില്ല, തെറ്റാണ് ഉത്തരം. ശരിയായ ഉത്തരം മറ്റ് ടീം അംഗങ്ങൾക്ക് പറയാവുന്നതാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. മറ്റ് സപ്പോർട്ടിംഗ് ടീം. രണ്ട് പത്രോസ്. ഈ ഉത്തരം അവർ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. സാരമില്ല. രണ്ടാമത്തെ ചോദ്യം. ദീന സേവന സഭ അതിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ് ഈ വർഷം. ദീനസേവന സഭ ഒത്തിരി നന്മകൾ കേരള സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. ഈ സഭ ആരംഭിച്ച വ്യക്തിയുടെ പേര് എന്ത്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഫ്രെഡറിക് ഓസാനം സ്ഥാപിച്ചത് വിൻസെന്റ് ഡി പോളാണ്. ദീനസേവന സഭ സ്ഥാപിച്ചത് മദർ തെരേസ അല്ല. മദർ തെരേസ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് മിഷണറീസ് ഓഫ് ചാരിറ്റി. താങ്ക് യു. മിഷണറീസ് ഓഫ് ചാരിറ്റിയാണ്. അപ്പോൾ ദീനസേവന സഭ മറ്റാരോ സ്ഥാപിച്ചതാണ്. ദേവദാസി മദർ പേത്ര ആണ് ആ സഭ സ്ഥാപിച്ചത്. ശരിയായ ഉത്തരമാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അഭിനന്ദനം കയ്യടിയിൽ മാത്രമേ ഉള്ളൂ, പോയിന്റിൽ അഭിനന്ദനമില്ല. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന്. ഒരു കൈയ്യടി കൊടുക്കാം. യെസ്, 4 റൗണ്ടുകൾ പൂർത്തിയാകുന്നു. 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓരോരുത്തർക്കും എത്ര പോയിന്റ് കിട്ടിയെന്ന് അറിയേണ്ടതുണ്ട്. കാരണം അടുത്ത റൗണ്ട് മെഗാ ബോണസ് റൗണ്ടാണ്. മെഗാ ബോണസ് റൗണ്ട്. താഴെ നിൽക്കുന്നവർ മുകളിലേക്ക് കയറാനും മുകളിൽ നിൽക്കുന്നവർ താഴേക്ക് വരുവാനും സാധ്യതയുള്ള, അപകടം പിടിച്ച, എന്നാൽ ധാരാളം ബോണസ് കിട്ടുന്ന ഒരു റൗണ്ട്. 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 100 പോയിന്റ്സ്, ടീം റാഫേൽ 74 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 53 പോയിന്റ്സ്. മെഗാ ബോണസ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ടീം റാഫേലിനോടാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകത 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യത്തിന് 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് 15 മാർക്ക് ലഭിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് 25 മാർക്ക് ലഭിക്കും. അങ്ങനെ ആകെ 50 മാർക്കുകൾ നിങ്ങൾക്ക് നേടാം. ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള അർഹത നിങ്ങൾ നേടുന്നുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക.
ഈ റൗണ്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടവും ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തെറ്റായ ഉത്തരമാണ് നൽകുന്നതെങ്കിൽ തത്തുല്യമായ മാർക്ക്, 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 10 മാർക്ക്, 15-ൻ്റെതാണെങ്കിൽ 15 മാർക്ക് നിങ്ങളുടെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, ശ്രദ്ധിച്ചെടുക്കുക. എന്നാൽ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കാതിരിക്കുകയും ചെയ്യും. ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ റൗണ്ടിൽ പൊതുവായുള്ള ഒരാനുകൂല്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ റൗണ്ടിൽ പങ്കെടുത്താൽ മതി. നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം, വേണമെങ്കിൽ പിൻവാങ്ങാം, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. ഓരോ ചോദ്യത്തിനു മുമ്പും അത് ചോദിക്കുന്നതാണ്. അതോടൊപ്പം ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മുൻകൂട്ടി പറയുകയും ചെയ്യും. ടീം റാഫേൽ, റെഡിയാണോ നിങ്ങൾ? റെഡിയാണ്. മെഗാ ബോണസ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് പഠനഭാഗമായി നൽകിയിട്ടുള്ള വിജ്ഞാന മുത്തുകളിൽ നിന്നാണ്. നിങ്ങൾ ചോദ്യം ഏറ്റെടുക്കുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? ഏറ്റെടുക്കുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു. സീറോ മലബാർ സഭ ഏത് ആരാധനക്രമ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? ഏത് ആരാധനക്രമ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് സീറോ മലബാർ സഭ? പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം. ഉത്തരം തെറ്റിയാൽ നഷ്ടപ്പെടുന്നത് വിലയേറിയ 10 പോയിന്റുകളാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ഇവിടെ ശരിയായിരിക്കുന്നു. 10 മാർക്ക് ലഭിക്കുന്നു. 10 മാർക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് 15 മാർക്കിന്റെ ചോദ്യമാണ്. ലഭിച്ചാൽ, ശരി ഉത്തരം പറഞ്ഞാൽ 15 മാർക്ക് കിട്ടും. തെറ്റിയാൽ നഷ്ടപ്പെടുന്നത് 15 വിലയേറിയ മാർക്കുകളാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? തുടരുന്നു. പ്രൊസീഡ് ചെയ്യുന്നു, തുടരുന്നു. ചോദ്യം: ഉയർപ്പ് ഞായർ കണക്കാക്കുന്നത് എങ്ങനെ? മാർച്ച് 21-ന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ദിനമായിട്ട് വരേണ്ടത്. ഓക്കെ, അവരുടെ ഉത്തരം അവർ പറഞ്ഞു കഴിഞ്ഞു. ഈ മാർച്ച് 21-ന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ഞായറായിട്ട് പറയുന്നത് എന്നാണ് ടീം റാഫേൽ ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. മാർച്ച് 21-ന് ശേഷം വരുന്ന വെളുത്ത വാവിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. മാർച്ച് 21 കൃത്യമായി എല്ലാ വർഷവും കൃത്യമായി വരുമെങ്കിലും വെളുത്ത വാവിന് വ്യത്യാസമുണ്ടാകും. 15 മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു. അടുത്ത ടീമിലേക്ക് ചോദ്യം പോവുകയാണ്. ടീം ഗബ്രിയേൽ, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് അറിയേണ്ടതുണ്ട്, നിങ്ങൾ ഈ ചോദ്യത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ റൗണ്ടിൽ പങ്കെടുക്കുന്നു, ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് വിജ്ഞാന മുത്തുകളിൽ നിന്നാണ്. ശരി, ചോദിക്കാം. ചോദ്യം ഇതാണ്: ഏലിയ സ്ലീവ മൂശ കാലത്തിൽ ഏലിയായെ അനുസ്മരിക്കാൻ കാരണം? യേശുവിൻ്റെ 2ാം വരവിനെ അനുസ്മരിപ്പിക്കുന്നു. അത് ഏലിയ പ്രവാചകന്റെ രൂപാന്തരീകരണമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്. ഉത്തരം പൂർണ്ണമായിട്ടില്ല. ഒരവസരം കൂടി നൽകുകയാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം ഇപ്രകാരമാണ്: രൂപാന്തരീകരണം കർത്താവിൻ്റെ 2ാമത്തെ വരവിൻ്റെ പ്രതീകമാണ്.
രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് ഏലിയ വരും എന്നൊരു വിശ്വാസം ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദിമസഭ അത് സ്വീകരിച്ചു. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് 10 മൈനസ് പോയിന്റ് കിട്ടുന്നു. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോയത് കൊണ്ട് തൊട്ടടുത്ത ചോദ്യങ്ങൾക്കുള്ള അർഹത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടീം മിഖായലിലേക്ക് വരുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ടീം മിഖായൽ, ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. ആശങ്ക ഒഴിഞ്ഞു? ആശങ്ക ഒഴിഞ്ഞില്ല. ആശങ്കയുടെ കാർമേഘം മാറിയതുപോലെ വല്ലതും തോന്നുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. യെസ്, എങ്കിൽ ആ കാർമേഘം ഒരു കുളിർ മഴയായിട്ട് പെയ്തിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടും ഔദ്യോഗികമായി തന്നെ ചോദിക്കട്ടെ, മെഗാ ബോണസ് റൗണ്ടിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യഭാഗം മർക്കോസിന്റെ സുവിശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പഠന ഭാഗത്തു നിന്നുമാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു. ശരി. ചോദ്യം: ഗത്സമനിയിൽ യേശു പ്രാർത്ഥിക്കുവാനായി വന്നു. അവൻ പര്യാകുലനാകുവാനും അസ്വസ്ഥപ്പെടുവാനും തുടങ്ങി. തൻ്റെ അരുമ ശിഷ്യരിൽ 3 പേരെ അവൻ കൂടെ കൂട്ടി: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവരെ 3 പേരെ കൂടെ കൂട്ടി അല്പദൂരം മുന്നോട്ട് പോയിട്ട് യേശു അവരോട് പറഞ്ഞത് എന്ത്? നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. ആദ്യം പറഞ്ഞത് ആദ്യം പറയണം, അതിനുശേഷമാണ് രണ്ടാമത് പറഞ്ഞ കാര്യം പറയണം. ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം, നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. ശരിയായ ഉത്തരം. മെഗാ ബോണസ് റൗണ്ടാണ്. പരിഗണനകൾ നൽകുന്ന റൗണ്ടല്ല, വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന റൗണ്ടാണ്. 3 സെക്കൻഡുകൾ മാത്രം ബാക്കി. സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. ശരിയായ ഉത്തരം ഇപ്രകാരമാണ്: എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞ കാര്യങ്ങൾ വേണ്ട നമ്മൾ പറയുവാനായിട്ട്. കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമില്ല. ടീം മിഖായേലിന് 10 പോയിന്റുകൾ നഷ്ടമാകുന്നു. നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, എങ്ങനെയാണ് പോയിന്റ് നിലവാരം? ഞങ്ങൾക്കറിയാൻ ആകാംക്ഷയുണ്ട്, പറയൂ. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ പിരിമുറുക്കം നിറഞ്ഞ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 90 പോയിന്റുകളുമായി ടീം മിഖായേൽ. 69 പോയിന്റുമായി ടീം റാഫേലാണ് 2ാം സ്ഥാനം നേടിയിരിക്കുന്നത്. ടീം ഗബ്രിയേൽ നേടിയിരിക്കുന്നത് 43 പോയിന്റുകളാണ്. തിരുവമ്പാടി ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള, തിരുവമ്പാടി ഇടവകയിലെ മാതൃസംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ടീം മിഖായേൽ 1ാം സ്ഥാനം നേടുകയും അതോടൊപ്പം തന്നെ അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യത നേടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ടീം റാഫേൽ, ചക്കട്ടപാറ ഇടവകയെ പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ പുഞ്ചിരിയുമായിട്ടാണ് നിങ്ങൾ മടങ്ങുന്നത്. 2ാം സ്ഥാനവും അതോടൊപ്പം തന്നെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേൽ, നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും നിങ്ങൾ ധീരതയോടെ ഇവിടെ വരികയും നിങ്ങളുടെ ഇടവകയെ, കുണ്ടായിത്തോട് ഇടവകയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും അവിടുത്തെ മാതാക്കൾക്ക് തീർച്ചയായിട്ടും പ്രചോദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരുങ്ങി വന്നാൽ ഒരുപക്ഷെ സമ്മാനവുമായി തിരിച്ചു പോകാമായിരുന്നു എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ ഒരുങ്ങുക, സമ്മാനം കൈപ്പിടിയിലാക്കുക. താമരശ്ശേരി രൂപതയിലെ മാതൃവേദിയും ശാലോം ടെലിവിഷനും ലോകം മുഴുവനുമുള്ള അമ്മമാർക്ക് വചനത്തിൻ്റെ പുതിയൊരു വസന്തം ഈ ക്വിസ് മത്സരത്തിലൂടെ, പെനുവേൽ ക്വിസ് മത്സരത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. അടുത്ത ആഴ്ച, അടുത്ത എപ്പിസോഡിൽ പുതിയ ടീം അംഗങ്ങളുമായി, പുതിയ ആവേശമായി വചനത്തിൻ്റെ പുതിയ വസന്തം ലോകം മുഴുവൻ പ്രസരിപ്പിക്കുവാനായി
നമുക്ക് പെനിവേസ് ക്വിസ് മത്സരത്തിൽ വീണ്ടും ഒരുമിച്ച് കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ശിമയോൻ പത്രോസിന്റെ മറുപടി എന്തായി? ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ വിളിക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ യേശുവിന് കൊടുത്ത മറുപടി എന്ത്? വചനം പഠിക്കുക, വചനമാകുന്ന ദൈവത്തെ അറിയുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ അമ്മമാരായതുകൊണ്ട് അവരെ പുറകോട്ട് മാറ്റി നിർത്തേണ്ടവരല്ല. വീണ്ടും ഒരു തിരിഞ്ഞു നോട്ടം പോലെ ഞങ്ങൾക്ക് ആ വിജ്ഞാനമുത്തുകളിലേക്കൊക്കെ ഒന്ന് കടന്നു പോകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ബൈബിളിൻ്റെ ഭാഗങ്ങളിലേക്ക് പ്രത്യേകം കടന്നു പോകാനും കൂടുതൽ ആഴമേറിയ ഒരു പഠനം നടത്തുവാനുമായിട്ട് സാധിച്ചു. വചനത്തോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ ക്വിസിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നത്.